ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കണ്ണം കിടന്നിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ്. ഇന്നാണ് തീരുമാനിച്ചത്, കുറച്ച് നേരമായിട്ട് തീരുമാനിച്ചിട്ട്. അപ്പൊ ഇവിടെ വേറെ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ കൂടെ ഇൻട്രോ പറയാനായിട്ട്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും. ലക്ഷ്യ, ഒരു ഇൻട്രോ പറഞ്ഞൊരു സ്വാഗതം ഒക്കെ പറഞ്ഞേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കണ്ട അടിപൊളിയായി. കല്യാണി കേക്കണ്ട, കല്യാണി പറയും കല്യാണിയുടെ സ്വാഗതം കുറച്ചിട്ടൊക്കെ ലച്ചു ചേച്ചിക്ക് കൊടുത്തോന്ന് പറയും. അല്ല ലച്ചു, നമ്മ എങ്ങനെ പോണ്? നമ്മള് തൃശ്ശൂർക്ക് പോവാണ്. ആരൊക്കെ പോണ്? സാദി ആന്റിയും കണ്ണനും ഞാനും കിച്ചൂട്ടനും അമ്മയും കൂടെ. ഞങ്ങളെല്ലാരും കൂടി ഒന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു. എന്നിങ്ങനെ വീട്ടിൽ അടച്ചിരിക്കലോ ഒക്കെ അല്ലേ, അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോവാന്ന് കരുതി. കണ്ണനാണെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്യാണി മാത്രമില്ല, കല്യാണി വന്നിട്ടില്ല, കല്യാണിനെ കൊണ്ടുവന്നിട്ടില്ല. നാളെയാണ് അവള് വരുള്ളൂ. അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെ തീരുമാനിച്ചു. ഇതേ ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാറായി അല്ലേ? ലച്ചുന അറിയൂലായിരുന്നു എന്താ സംഭവം അല്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും, പിന്നെ എങ്ങോട്ടെങ്കിലും പോകുന്നു കേട്ടു ഞാൻ ഫോണിൽ കൂടെ. പക്ഷെ എങ്ങോട്ടാ പോണെന്ന് ഞാൻ ലച്ചു ഇവിടെ വന്നപ്പോ എന്നോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ, എങ്ങടാ പോണേ ആന്റി, എന്ത് സംഭവം, ആൾക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല അല്ലേ? ഇതേ കണ്ണൻകുട്ടി തീ കിടക്കണ്. കണ്ണൻ നല്ല ചിരിയാ. കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കയാണ്. പോവാ നമുക്ക്. കല്യാണി നിന്നെ കണ്ടു കഴിഞ്ഞ് നല്ല ഇടി കിട്ടും നിനക്ക്. എന്നെ കൊണ്ടുപോണ്ട് പോയില്ല ചേട്ടാന്ന് പറഞ്ഞിട്ട്. പോവാ നമുക്ക്, പോവാ. വേഗം പോയോ, വണ്ടി വിളിക്കട്ടെ. വേഗം പോയോ. സന്തോഷം കണ്ടാളുടെ. ഈ സന്തോഷമൊക്കെ ഞാൻ എൻ്റെ മേത്ത് കയറി ഇരുന്ന് എടുക്കൂട്ടോ അവൻ. പടഞ്ഞ് എങ്ങനെ പോണ് കണ്ണാ? തൃശ്ശൂരം കാണാൻ പോവാ? എക്സിബിഷൻ കാണാൻ പോവാ? എന്നിട്ട് വാങ്ങണ്ടേ നമുക്ക്? എന്നിട്ട് വാങ്ങണ്ടേ? ആനേനെ വാങ്ങിയാലോ? ഒരാനേനെ വാങ്ങിയാലോ? ആയി സന്തോഷം നോക്ക് കണ്ണൻ്റെ. അല്ല കണ്ണാ, ഒരാനേനെ വാങ്ങാല്ലേ നമുക്ക്? അവിടെ പോയിട്ട് ഒരാനക്കുട്ടീനെ വാങ്ങാം. ഇവിടെ വേറെ ആൾക്കാരും കൂടി ഉണ്ട് കേട്ടാ. കിച്ചൂട്ടന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക ലക്ഷ്മി. ഞാനപ്പോ ടാറ്റ പോവാണാ? ടാറ്റ പോണാ കുട്ടിക്ക്? ടാറ്റ പോവാ നമുക്ക്. അടയരുതിട്ടാ. കണ്ണൻ ചേട്ടനെ ഇടയില്ലേ? കണ്ണൻ ചേട്ടന് ടാറ്റാന്ന് പറഞ്ഞതേക്ക് ഇടുന്നവിടെ കിടന്ന് പടയിന് കണ്ണൻ ചേട്ടൻ. ഞങ്ങളുടെ കാര്യം പിന്നെ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇന്നിപ്പോ വലിയ കുഴപ്പമില്ല അല്ലേ? ഇന്ന് ഇത്തിരി പ്രശ്നമില്ലാത്ത ദിവസം തോന്നുന്നുണ്ട് കണ്ടിട്ടല്ലേ. ഞാനൊക്കെ എടുക്കുമ്പോ കരയാറ പതിവ്. ഇന്ന് വലിയ പ്രശ്നമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഹാപ്പിയാണല്ലേ? വരണ വരെ കരയരുതട്ടാ. ഇവിടെ എത്തണ വരെ കരയരുത്. ഇല്ല പറ, ഞാൻ കരയൂല പറ കിച്ചുട്ടാ. കണ്ണൻ ചേട്ടൻ പാപ്പം കഴിച്ചു. ഞാനപ്പോ കൊറേ നേരമായി. എന്ത് കണ്ണന് കൊടുത്തേ? കഞ്ഞി കൊടുത്തു. പിന്നെ നിങ്ങളെ കാണാണ്ടായപ്പോ ഞാനൊരു പഴം കൂടിയും കൊടുത്തു. അപ്പൊ ഇപ്പൊ എനിക്ക് സമാധാനായി. ഇനി കുറച്ച് നേരത്തേക്ക് കണ്ണന്റെ കാര്യം നോക്കണ്ട. ഞങ്ങളപ്പോ കഞ്ഞിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോണത്. ഭയങ്കര ടൂറാ. കഞ്ഞിയും ചോറൊക്കെ ആയിട്ടാ പോണ്. വെള്ളം, തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. തണുത്തതാ? ഞാൻ ഫ്ലാസ്കില് വെള്ളം എടുത്തിട്ടുണ്ട് കുടിക്കാനായി. ചൂടുവെള്ളം. അത് പിന്നെ എന്തെങ്കിലും കുറുക്കാനാ? അല്ല, ഇളം ചൂടുള്ള വെള്ളം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഞാൻ കുടിക്കാൻ എടുത്തേക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം. അപ്പൊ അത് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം. ഒഴിക്കാം അല്ലേ? കുട്ടിന്റെ പാപ്പ വെച്ചാനേ അല്ലേ? കഴിയാറാവുമ്പോ നമുക്ക് വണ്ടി വിളിക്കാം. അപ്പോഴേക്കും വണ്ടി വരും. ഇപ്പൊ നമ്മളിനി ഒരുപാട് ലൈറ്റ് ആവൂട്ടാ. 11:30 ആവാറായി. നമ്മളെപ്പ പറഞ്ഞതാ? നമ്മ 10:11 മണിന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പൊ ഇത്രയും നേരമായി. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ കിച്ചുക്കുട്ട നേരത്തെ റെഡിയായി. അമ്മയാണ് ഇങ്ങനെ ലേറ്റ് ആക്കിയത് അല്ലേ? കഴിക്കും. ടാറ്റ പോവാ. ടാറ്റ പൊന്തിട്ട് വാങ്ങണ്ടേ നമുക്ക്? കണ്ണൻ ചേട്ടൻ ആനേനെ വാങ്ങിയാ മതിന്ന്. കിച്ചുക്കുട്ടനും ഒരാനേനെ വാങ്ങിയാ മതിയാ? വാങ്ങിച്ചില്ല. ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം കണ്ട ഭിന്നശേഷിക്കാർക്ക് കുടമാറ്റമൊക്കെ കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി. പക്ഷേ ഇവരൊന്നും കൊണ്ട് നടക്കില്ലേ നമുക്ക്. ഭിന്നശേഷി അപ്പൊ കൈക്കും കാലിനും വയ്യാത്ത വലിയ ആളുകളില്ലേ, ഇതിനോട് ഒരു സ്നേഹം ഒരു പ്രേമൊക്കെ ഉള്ള ആളുകളുണ്ട്, പൂരപ്രേമികളുണ്ട്. അവർക്കൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ ഒന്നും നടക്കണ കാര്യമല്ല. വെയിലും അയ്യോ പൊടിയും നടക്കില്ല. ഞാൻ കഴിക്കി. ഇത് ലച്ചും 2 കൂട്ടുകാരിത് അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണനും ലച്ചും കൂട്ടുകാരാണ്. ആള് ക്യാമറ കണ്ടാലൊക്കെ ഭയങ്കര ചിരിയാ അല്ലേ കണ്ണ? ക്യാമറ കണ്ടാലൊക്കെ ഭയങ്കര ചിരിയാണല്ലേ? കണ്ണൻ്റെ ലച്ചു കൂട്ടുകാരി എവിടെയാ?
വീഴുവോ? കണ്ട ലച്ചു ഏതാ? ഏതാ ലച്ചു? ഏതാ പൊന്നു ലച്ചു? അമ്മയ്ക്ക് അറിയില്ല, ഒന്ന് കാണിച്ചെന്നേ. ഏതാ ലച്ചു? കണ്ണോട്ടിയേ ഏതാ ലച്ചു? ലച്ചു ഏതാ? ഏതാ ലച്ചു? എവിടെ ലച്ചു ഇരിക്കണ്? എവിടെ ലച്ചു? ലച്ചുവിനെ കാണാനില്ലല്ലോ. ഒന്ന് കാണിച്ചെന്നെ അമ്മയ്ക്ക് ലച്ചു എവിടെയാന്ന്. എവിടെ ലച്ചു? നോക്കിയേ ലച്ചുവിനെ, നോക്കിയേ ലച്ചുവിൻ്റെ മുഖത്ത് വന്നിട്ടാ നോക്കിയേ. എന്നിട്ട് മുഖത്തുള്ള ലച്ചുവിൻ്റെ നോക്കി നോക്കിയേ. നോക്കി നോക്കി കണ്ടുപിടിച്ചു. ആള് സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷത്തിലാ. പോണേൻ്റെ സന്തോഷം. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് പറയുക. അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് പറയും. അങ്ങനെ ഓട്ടോ വന്നു കേട്ടോ. ഓട്ടോ വന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ പോവാണ് കേട്ടോ തൃശ്ശൂർക്ക്. തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ തനിച്ച് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. വല്ലപ്പോഴൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ, അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിച്ച് ഭയങ്കര കമ്പനിയൊക്കെയാണ്. അല്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്രയൊക്കെ പോകുന്നത്. അപ്പോൾ കല്യാണിക്കുട്ടി ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷെ കല്യാണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു. അവളെ നോക്കാനും ഒരാൾ വേണം. അപ്പോൾ പിന്നെ ഒരാളും കൂടെ വേണ്ടി വരുമായിരുന്നു. ഇതിപ്പോൾ ലച്ചുവിനെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കാനായിട്ട് ആൾ വേണ്ട. ആൾ ഇങ്ങനെ ഞങ്ങളെ പുറകെ നടന്നോളും. പിന്നെ കണ്ണനും കിച്ചുവാണെങ്കിൽ നമ്മുടെ കയ്യിലാണ്. പക്ഷെ കല്യാണി കുഞ്ഞിതല്ലേ, അപ്പോൾ അവളെ നോക്കാൻ ഒരാൾ വേണമായിരുന്നു. അപ്പോൾ അവളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ ആളുണ്ടെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കിച്ചൂട്ടനും അതെ, ഒട്ടും കരയണമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആൾക്ക് ഇടയ്ക്കൊക്കെ ഒരു വാശിയൊക്കെ വരാറുണ്ട്. പക്ഷേ കിച്ചും കരയുന്നുണ്ടായിരുന്നില്ല. കണ്ണനാണെങ്കിൽ പിന്നെ ടാറ്റ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അത്രയ്ക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് 2 ചാനലിൻ്റെയും സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയും ഒരുപാട് സന്തോഷമായി. ഒരുപാട് പേരെ നമുക്ക് കാണാനൊക്കെ പറ്റി. പിന്നെ അവിടെയാണെങ്കിൽ ചില കടകളിലൊക്കെ നല്ലപോലെ പാട്ടൊക്കെ വെച്ചേക്കായിരുന്നേ. അപ്പോൾ പാട്ട് കേൾക്കുമ്പോഴാണെങ്കിൽ കണ്ണൻ എക്സ്ട്രാ ഒരു എനർജിയാണ്. അപ്പോൾ എനിക്ക് അവനെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ബേഗും ഉണ്ടല്ലോ തോളിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ സഹകരിച്ച് നിൽക്കുന്ന കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അവസ്ഥ എല്ലാ രീതിയിലും ലക്ഷ്മിക്ക് മനസ്സിലാവും. ലക്ഷ്മിയുടെ അവസ്ഥ എല്ലാ രീതിയിലും എനിക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഒന്ന് ലച്ചു ഇതെടുക്കുമെന്ന് പറയാനാണെങ്കിൽ ലച്ചും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് ഇങ്ങനത്തെ ഫാൻസി കടകളിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചുവിനും കല്യാണിക്കൊക്കെ എന്തൊക്കെയോ വളയോ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ കുറച്ചൊക്കെ മേടിച്ചു. പിന്നെ നമ്മളൊന്നും വാങ്ങിയില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നും വേറെ ഓരോന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയെന്നൊക്കെ തോന്നണമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അഥവാ അപ്പോൾ നമ്മൾ വാങ്ങിയാൽ പോലും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നടന്ന് വെറുതെ ഇങ്ങനെ കണ്ടു. നമ്മൾ എല്ലാ പ്രാവശ്യവും എക്സിബിഷന് പോയത് തന്നെയാണ് പരിപാടി. നടന്ന് എല്ലാം കാണുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ വാങ്ങലൊന്നും അങ്ങനെ മെയിനായിട്ടൊന്നും നടക്കാറൊന്നുമില്ല. എന്നാലും എന്തൊക്കെയോ കല്യാണിക്കും ലച്ചുവിനൊക്കെ എന്തൊക്കെയോ വളയും മാലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ. അപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് ആനയുടെയൊക്കെ ഭംഗി നോക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു രാവിലെ കയറി എനിക്ക് തോന്നുന്നു പതുക്കിയൊക്കെ നടന്ന് എല്ലാ കടകളൊക്കെ ഒന്ന് മൊത്തം നടന്നൊക്കെ വരുമ്പോൾ ഈവനിങ് വരെയുള്ള പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നടന്നപ്പോൾ ഞങ്ങൾക്ക് വയ്യാണ്ടായി തുടങ്ങി. കൈയും കാലൊക്കെ കടിച്ചു തുടങ്ങി. കയ്യിലാണെങ്കിൽ പിള്ളേരും കാലാണെങ്കിൽ ഇങ്ങനെ വർക്കിങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ വലിയ വയ്യായി അറിഞ്ഞില്ല. അതാണ് കേട്ടോ മെയിനായിട്ടും നമ്മങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുന്നത് കാരണം വയ്യായി ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഇനി ഉണ്ണികൾക്ക് വിശക്കുക അങ്ങനെയുള്ളൊരു ടെൻഷനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ ബാഗിൽ വെള്ളവും ഫുഡും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കൊടുക്കാം എന്നൊക്കെയുള്ള. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം എൻ്റെ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ പോലും എനിക്ക് അയ്യോ എവിടെ ഇരുന്നോ കൊടുക്കുക. ചിലപ്പോൾ ആണുങ്ങളുടെയൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ വെയിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. ഒക്കെ ധൃതി കൂടുതലായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണന് കൊടുക്കാനിരിക്കണം, അതുപോലെ തന്നെ കിച്ചുവിനും കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സിറ്റുവേഷൻ ആയത് കാരണം നമുക്ക് അങ്ങനെയും ഒരു കുഴപ്പമില്ല. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോയി. ഇതിപ്പോൾ അങ്ങനത്തെയും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ലച്ചുവിനെ കാണുമ്പോഴും അവന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കല്യാണിക്കുട്ടിനെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ണന് എന്തോ ഒരു കൗതുകമാണ് അവളിങ്ങനെ ഓടിച്ചാടിക്ക് നടക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ലച്ചുവിനെ കാണുമ്പോഴും അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. കിച്ചുവിനെ കാണുമ്പോഴും അവന് ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ. അപ്പോൾ കടകളാണെങ്കിൽ ഒരുപാട് കടകൾ, ഒരുപാട്
വെറൈറ്റീസും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്ന് ഇങ്ങനെ പോയി. പിന്നെ അങ്ങനെ ഭയങ്കരമായൊരു തിരക്കുണ്ടായിരുന്നില്ല, നടന്നൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ ഞങ്ങൾ ചില സമയത്തൊക്കെ ചെല്ലുമ്പോൾ തിക്കി ഞെരുങ്ങിയൊക്കെ ഇങ്ങനെ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ കണ്ണ് വെറുതെ കിടന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഒരു കടയിൽ കയറിയപ്പോൾ ലച്ചു മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ട്. അത് ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ ട്യൂബ് വാങ്ങി പോലും മൈലാഞ്ചി ഒന്നും ഇടാറില്ല. അങ്ങനെയൊന്നുള്ള ആ ഒരു ഇതൊന്നും നമുക്കൊക്കെ വിട്ടുപോയി. അതൊന്നല്ല മെയിൻ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വയ്ക്കാൻ നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ മക്കളൊക്കെ ആയിട്ടാണ് പോകുന്നത് എങ്കിലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോകുന്ന ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതും നമ്മൾക്ക് അടുപ്പുള്ള, നമ്മൾക്ക് എന്തും പറയാം അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ തരും. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഫുൾ ടൈം വീട്ടിലിങ്ങനെ ഇരുന്ന് വീട്ടിലത്തെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ എന്നൊക്കെ തന്നെ വിചാരിച്ച് ഇരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഓർത്ത് വയ്ക്കാനുള്ള വലിയ വലിയ സന്തോഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശരിക്കും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്തുണ്ട് ഇവർ, നമ്മുടെ അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഇനി എന്തിനും ഏതിനും ഒരു കൂട്ടായിട്ട് എനിക്ക് ഫ്രണ്ടായിട്ട് ഇവർ ഉണ്ടാവും തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ചും കൂടെ മെൻ്റലി എനിക്ക് ഭയങ്കര സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, ടെൻഷനും ഒക്കെ കൂടുതലാണ്. കാരണം ഒന്നും ഷെയർ ചെയ്യാനായിട്ടൊരു നല്ല ഫ്രണ്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് അതാണ്, വേറെ കുറേ കാര്യങ്ങളൊന്നുമല്ല. നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാൽ അല്ലെങ്കിൽ സന്തോഷം തോന്നിയാൽ അത് പങ്കുവെക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യവും നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മിയൊക്കെ ഇവിടെ അടുത്തുള്ളത് കൊണ്ട് ഇപ്പം എന്തുണ്ടെങ്കിലും ഒന്ന് പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒരാളുണ്ട് എന്നുള്ളതൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട്, അപ്പോൾ ഇത് അപ്പം തന്നെ ഉണങ്ങൂട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ അച്ചൊക്കെ കയ്യിൽ കുത്തണതൊക്കെ. അപ്പോൾ പിന്നെയും ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഒരു കടയിലൊക്കെ കയറിയപ്പോൾ ഇവരുടെ കഞ്ഞിയും കുറുക്കൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും വിശക്കണമൊക്കെ ഉണ്ടാവുമല്ലോ. വീട്ടിൽ നിന്ന് അത്യാവശ്യം വയറ് നിറച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ കാണാനും കിച്ചുവിനൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തു. അവർ ഭക്ഷണം കഴിച്ച് അവരുടെ വയറ് നിറഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കലൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളായി. അതുകൊണ്ട് ഭക്ഷണമൊന്നും ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ചൂടാണല്ലോ എല്ലാവരുടെയും ഒരവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചൂട് കാരണം ഫുഡല്ല വേണ്ടത് ആളുകൾക്ക്, വെള്ളം മതി. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ആകെ വയറൊക്കെ അങ്ങോട്ട് ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു, ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ കരുതിയത്. പക്ഷെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. വെള്ളം കുടിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഭക്ഷണം കഴിക്കാൻ കയറി ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാണ്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്.
അപ്പോൾ അത്രയധികം വെള്ളം കുടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ഓട്ടോയിലാണ്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും ചെറിയൊരു റിസ്ക് എടുക്കാമെന്ന് കരുതി ഓട്ടോയിൽ വന്നു. സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ശക്തനിലേക്ക് വന്നിട്ട് ഓട്ടോയിൽ വന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറിയിരുന്നാൽ നമ്മളുടെ ഇവിടെ എടുത്ത് വന്ന് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കയറാം, കുഴപ്പമില്ലാതെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സല്ലേ കയറാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ ബസ് യാത്ര നല്ല രീതിയിലൊക്കെ തന്നെ കുഴപ്പമില്ലാണ്ട് തന്നെ ഞങ്ങൾ വന്നു. പിന്നെ നമ്മളവിടെ ബസ് ഇറങ്ങിയെടുത്തുനിന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കിച്ചും കണ്ണനും ലച്ചും എല്ലാവരും കൂടെ കല്യാണിക്കുട്ടീനെ മാത്രം മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പൂരം എക്സിബിഷനൊക്കെ കണ്ട് നല്ല ഹാപ്പിയായി സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത് ശക്തൻ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, തൃശ്ശൂർ ശക്തനാണ്. അവിടെ കുറേ നേരം ഞങ്ങൾ ലിമിറ്റഡ് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നു കേട്ടോ. ആ ഒരു നിപ്പാണ് ആ കാണുന്നത്. ലിമിറ്റഡിലാകുമ്പോൾ വേഗം എത്താമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ ലിമിറ്റഡ് ബസ്സൊക്കെ കൊടുങ്ങല്ലൂർ ബസ്സൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടല്ല എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.